ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കോൺഫിഡൻസിന്റെ പോസിറ്റീവ് വശങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ നെഗറ്റീവ് വശങ്ങളാണ്. അതായത് ഇപ്പോൾ ഓരോരുത്തരും നമുക്കിപ്പം ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന് വെച്ചാല്. ഇപ്പൊ നമ്മൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇപ്പൊ കേക്ക് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠിപ്പിക്കണമെന്നോ, എങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ആഗ്രഹം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയായിരിക്കാം. ചിലപ്പോൾ പാർട്ട്ണർക്ക് അതൊരിക്കലും സമ്മതമല്ലായിരിക്കാം. പാർട്ട്ണർ പറയും, നീ എന്തിനാ ആരെങ്കിലും ഒരുങ്ങി വീട്ടിൽ ഇരുന്നാ പോലെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാനോ അതിന് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, നിനക്ക് എന്താ ഞാൻ ചെലവിനായിരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ 100 ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ സപ്പോസ് പാർട്ട്ണർ സമ്മതിച്ചു, വീട്ടിൽ അമ്മായിയും ഇപ്പൊ പാർട്ട്ണർ സമ്മതിച്ചില്ല, അമ്മായിമ്മക്ക് ബാക്കിയുള്ളവർക്കും കുഴപ്പമില്ല എങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ട്, ആ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ല എങ്കിലും നമ്മൾ അത് മുന്നിട്ട് ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വീട്ടിലുള്ള ഹസ്ബൻഡ് അമ്മായിയമ്മയും ഇപ്പൊ ഹസ്ബൻഡ് സിസ്റ്ററിനോയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നേരെ തിരിച്ചാണ്, ഇപ്പൊ നമ്മുടെ പാർട്ട്ണറിന് സമ്മതമാണ്, പ്രശ്നമൊന്നുമില്ല. വീട്ടില് ഇപ്പൊ അമ്മായിമ്മയ്ക്കോ അല്ലെങ്കിൽ സിസ്റ്ററിനോയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ടും ഒരിതാണ്. എന്നാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹസ്ബൻഡിന് സപ്പോർട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നിൽ ഇറങ്ങി വരാം. എന്നുവെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നുമേ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ മുൻകൈ എടുത്ത് മുന്നോട്ട് വരിക എന്നാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ കാണും, പക്ഷെ അത് സാധിക്കാൻ പറ്റാണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ ചെയ്യാനൊന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളത് പുറത്തേക്ക് എടുക്കുക, കൊണ്ടുവരിക, മുന്നോട്ട് നടക്കുക. നമ്മൾ ആൾക്കാർ എന്ത് പറയുന്നു, ഇപ്പൊ ഓരോരുത്തർ എഴുതിയിട്ടും അവളെ കണ്ടോ, അവള് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന പെണ്ണായിരുന്നു, ഇപ്പൊ നോക്ക് എങ്ങനെ പോകുന്നു എന്നൊക്കെ ആൾക്കാർ പറയായിരിക്കാം. പക്ഷെ നമ്മളത് കാര്യമാക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വെച്ചാൽ പറയേണ്ടവർ ഒത്തിരി ആൾക്കാരുണ്ടാവും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട്. നമുക്കപ്പോ അത് കേട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കേൾക്കാനാണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ. അസത്യല്ലേ? അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മൾ കേട്ടിരിക്കണം. കേൾക്കേണ്ടത് മാത്രമാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും കൂടി നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ, നെഗറ്റീവ് വശം പറയുന്ന ആൾക്കാരെ നമ്മൾ ഈ കാതിക്കുല കെട്ടി ഈ കാതിക്കുല വിടുക. ഞാൻ മുമ്പ് ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ കേട്ടിട്ട് ഈ കാതിക്കുല വിടരുത്. കാരണം അവരുടെ സപ്പോർട്ട് അത് അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സപ്പോർട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത്. നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കി എന്ന് വെച്ചു, നല്ല മനോഹരമായിട്ടുള്ളൊരു കേക്കാണ്, അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഇതാണ്, കരുത്താണ്. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആൾക്കാർ അത് അംഗീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ ഇതുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇത്രയും ഇതുപോലെ ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം വെച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പല കാര്യങ്ങളും കാണും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് ഇപ്പൊ ആണും ഇപ്പം പുരുഷന്മാരായാലും സ്ത്രീകളായാലും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം വെച്ചാൽ അവർക്കെല്ലാം ആഗ്രഹം, എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് മുന്നിട്ട് ഇറങ്ങി വന്ന് ചെയ്യണം. ഇപ്പോ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരിപ്പോ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അഹങ്കാരമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അഹങ്കാരം ഇല്ല, പക്ഷെ ചിലര് ഇപ്പൊ 100-ൽ എത്ര ശതമാനം എടുത്താലും ചിലർക്ക് ഇത്ര അഹങ്കാരമുണ്ട്. എന്നുവെച്ചാൽ ഭാര്യമാർ ജോലിക്ക് വരാത്ത ഭർത്താക്കന്മാരുണ്ട്. അതേപോലെ ഇപ്പൊ വീട്ടിലെ ജോലി ചെയ്യണം, എന്റെ കാര്യം നോക്കണം, എന്നിട്ടേ മറ്റു കാര്യം നോക്കാവുള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ഒരു ഭർത്താക്കന്മാരുണ്ട്. ഇപ്പൊ ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മൾ എന്തും ചെയ്യാൻ റെഡിയാണ്. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കും. ചില സ്ത്രീകൾ വന്നിട്ട് കുട്ടികളെ, അമ്മമാരെയും പിന്നെ ഭർത്താവിനെ എല്ലാം നോക്കി പരിചാലിച്ചിരിക്കുന്നതായിരിക്കും അവരുടെ സന്തോഷം. പക്ഷെ അതല്ല, അവർക്കുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും പുറത്തേക്ക് വരണം. പുരുഷന്മാരെന്ത് വിചാരിക്കും, അവൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല, അവൾ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ വീട്ടില്. ഇപ്പൊ ചില പുരുഷന്മാരൊക്കെ പറയുന്നുണ്ടാവും, പാർട്ട്ണറൊക്കെ പറയും, നിങ്ങൾ ഈ ഇങ്ങനെ പുറത്തിരിക്കരുത്, 10 പേര് ഓർത്തൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്കിത് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് സർക്കിളിലും കുറെ പേര് ഇങ്ങനെ അവരുടെ പാർട്ട്ണർ, അതായത് ഹസ്ബൻഡ് വന്നിട്ട് വൈഫിനെയൊക്കെ ഇങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതിലൂടെ എനിക്ക് മനസ്സിലായി,
ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട്. രണ്ടു വശവും ഉണ്ട്. രണ്ടു വശവും ഞാൻ കാണാറുണ്ട്, കേൾക്കാറുമുണ്ട്. പല അനുഭവങ്ങളും ഞാൻ കേട്ടും അറിഞ്ഞുമാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തണം, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്യണം, ഇത് 10 പേര് അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ തന്നെ ചെയ്യാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നിയത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എത്രത്തോളം ആഗ്രഹമുണ്ട്, ഇപ്പൊ ആരെങ്കിലും നെഗറ്റീവ് വശം പറഞ്ഞാൽ നമ്മളത് കേട്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളോട് ഓരോരുത്തർ പറയാണ്, ഇപ്പൊ നമ്മള് പേരൻസ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മള് കല്യാണത്തിന് മുന്നേ ഇപ്പൊ നമ്മുടെ പേരൻസിനോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്നതുപോലെ ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണെങ്കിലും അവരത് പറയും, ഓ നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക, വീട്ടിലങ്ങനെ ഇരിക്കുക, നീ കല്യാണം കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇപ്പൊ ഓരോരുത്തർക്കും യൂട്യൂബ് വ്ളോഗ് തുടങ്ങണമെന്നായിരിക്കും ആഗ്രഹം. ഇപ്പൊ അവർക്ക് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർക്കത് സാധ്യമായി എന്ന് വരില്ല. കാരണം വെച്ചാൽ പേരൻസ് ഒട്ടും സമ്മതിക്കില്ല. ഇപ്പൊ വ്ളോഗർ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് അടങ്ങിയിരുന്ന്, ഇപ്പൊ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ ഇട്ട് യൂട്യൂബിൽ ഇട്ടാൽ മതി, വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ വ്ളോഗ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പോ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, ഓരോ ഫുഡിന്റെ കാര്യങ്ങൾ, ഓരോ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ സ്ഥലത്തൊക്കെ പോകാൻ പുതിയ പുതിയ സ്ഥലം, ഇപ്പൊ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പോവുക, അതിനെക്കുറിച്ച് വർണ്ണിക്കുക. ഇപ്പൊ നമുക്കറിയത്തില്ല, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്കറിയത്തില്ല എന്തൊക്കെയാണ്. അപ്പൊ ഓരോ പുതിയ പുതിയ ഇവര് ഗൈഡന്മാരുണ്ട്. സോ അവരൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ അത് തന്നെ ഇവരോട് പറയുക. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീട്ടിലിരിക്കുന്ന പേരൻസ് വിചാരിക്കും, ഓ ഇവള് വീട്ടില് പ്രപ്പോസലൊക്കെ വരുമ്പോഴത്തേക്കും ഇവള് കണ്ടടം കയറി നിറങ്ങാണ്, ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട, അങ്ങനെ പറയുമോ എന്നുള്ള അവരുടെ ഒരു പേടി കൊണ്ട് അവര് മിക്കവരും സമ്മതിക്കത്തില്ല. പക്ഷെ അത് സമ്മതിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്, പേരൻസും ഉണ്ട്, നമ്മുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാത്ത പേരൻസും ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് മുന്നിട്ട് വരണം, മുന്നോട്ട് ഇറങ്ങണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്താലും, നമ്മൾ പ്രശസ്തി ആയാലും, അതായത് ഫേമസ് ആയാലും, നമ്മളെ കൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാർക്കാണ് അത് അഭിമാനിക്കാനായിട്ട് പറ്റുന്നത്. ഓരിക്കോ എന്റെ മോള് നോക്കി ഇത്രയും ഉയർന്ന നിലയിലെത്തി, എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ അവർക്ക് അത് ഇരുന്നോണ്ട് പറയാം. ഇപ്പൊ അവര് കല്യാണം നമ്മളിപ്പോ സമ്മതിക്കാതെ ഇരുന്നെങ്കിൽ എന്റെ മോൾ എത്ര ഉയരത്തിൽ എത്തത്തില്ല എന്നും അവർക്കത് പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പം ആരായാലും ഇപ്പൊ പേരൻസ് ഒക്കെ പറയുമ്പോൾ ഒബിയസ്ലി നമ്മൾ അനുസരിച്ച് പോകും, കാരണം നമ്മൾ ധിക്കരിച്ചൊന്നും ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമ്മൾ മാതാപിതാക്കളുടെ ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്നുവെച്ചാൽ അവരുടെ ചെലവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു അനുസരണ നമുക്കത് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും വരും അത്. നമുക്കിപ്പോ പേരൻസ് ആയാലും കൺവിൻസ് ചെയ്യിക്കാം, അവരോട് മാക്സിമം പറഞ്ഞു നോക്കി, അങ്ങനെ അവരെ എതിർത്തിട്ട് നമുക്ക് പോയി ചെയ്യാനായിട്ടും പറ്റത്തില്ല. അപ്പൊ കൺവിൻസ് ചെയ്ത് അവരെ ഓക്കെ ആക്കി നമുക്ക് അങ്ങനെ പോകുന്നവരും ഉണ്ട്. ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ, ഇപ്പൊ പാർട്ട്ണറിനോട് നമുക്ക് കൺവിൻസ് ചെയ്യും, പക്ഷെ നമുക്ക് ഓവറായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ നീ ഇങ്ങനെ നടന്നോ. ഇപ്പോ ചില പാർട്ട്നേഴ്സ്, അതായത് ഓരോ പാർട്ട്നേഴ്സും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. ചിലവർക്കാണെങ്കിൽ എന്താ, നാടൻ പെണ്ണ്, നാട്ടിലെ ശൈലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒന്നിനും വരത്തില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ, ഓ നീ ഇനി എങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. നമുക്ക് ജോലിക്ക് പോകാൻ പോലും ഉള്ള അനുമതി കാണത്തില്ല. നമ്മുടെ ആഗ്രഹമായിരുന്നു ജോലിക്ക് പോകണം, വീട്ടിൽ അച്ഛനും ഇപ്പൊ അവരുടെ ചിന്ത എന്ന് വെച്ചാൽ അവര് പൈസ അയച്ചു തരുന്നു, നമ്മള് വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്താന്ന് പോലും അവർക്ക് മനസ്സിലാവത്തില്ല പൊതുവെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ കാണും, പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. ഇപ്പൊ ഹസ്ബൻഡിനോട് ചോദിക്കുക, അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ ഏർണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് എടുക്കാം ധൈര്യമായിട്ട്. നമ്മുടെ പേരൻസിന് നമുക്ക് പേ ചെയ്യാം, അവരെ നോക്കുന്നത് ഇപ്പൊ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഹസ്ബൻഡിനോട് നമുക്ക് എപ്പോഴും ഹസ്ബൻഡിനെ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണം, അങ്ങനെ പറയണം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളല്ല, പല സ്ത്രീകളും ഇതുപോലെ ആഗ്രഹം കാണുമായിരിക്കും. വെച്ചാൽ അച്ഛനമ്മയെ നോക്കണം, വീട്ടില് കുറച്ച് ഇതൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഓരോ ആഗ്രഹം പറയാ, അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഇവരാരും ഒന്നും സമ്മതിച്ചു തരത്തില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈവൻ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുക, നിങ്ങൾ അതിനെ നേടുക, വിജയിക്കുക. ഓക്കെ, അപ്പൊ ആരെങ്കിലും വീട്ടിലിരുന്ന് ഇതുപോലെ ആഗ്രഹമുണ്ട്, എന്തോ ചെയ്യും, വീട്ടിലാരും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മുന്നിട്ടിറങ്ങുക. ഇറങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാവത്തുള്ളൂ. വീട്ടിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ
വന്നിട്ട് ഇതാവത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പുറത്തേക്ക് വന്ന് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ മോട്ടിവേഷണൽ സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇമെയിൽ ID ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നോട് ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് സൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് എൻ്റെ ആദ്യത്തെ ചാനൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ആദ്യത്തെ ചാനൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അത് ഇഷ്ടംപോലെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോസും ഗ്രാമറിന്റേതും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.